ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബന്ധുവാണ്, ഹബീബിന്റെ ഒരു വകയിലുള്ള അമ്മായിയാണ്. അതുകൊണ്ട് നബി തങ്ങൾ അവരുടെ വീട്ടിൽ പോയി വിശ്രമിക്കാറുണ്ട്. കുടുംബ ബന്ധമുണ്ട് അവിടെ. അതിന്റെ പേരില്ല, വെറും ഒരു സ്ത്രീയല്ല. നബി തങ്ങളുടെ ഒരു അമ്മായിയുടെ അമ്മായിയാണിത്. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. വകാന യഖീലു ഇൻദഹാ. ഹദീസിൽ നബി തങ്ങൾ അവിടെ ചെന്ന് ഉച്ചയ്ക്ക് വിശ്രമിക്കാറുണ്ടായിരുന്നു. ഉച്ചനേരത്ത് ഒരു ചെറിയൊരു ഉറക്കമുണ്ട്. രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവർക്ക് ളുഹറിന്റെ മുമ്പാണ് ആ ഉറക്കം, കുറഞ്ഞ നേരത്തേക്ക്. പുണ്യനബി അങ്ങനെ ഉറങ്ങാറുണ്ട് ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അങ്ങനെ ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ അവിടെ ഉറങ്ങുകയും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്ത് നബി തങ്ങൾ ചിരിക്കുകയാണ്. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. തങ്ങൾ സ്വപ്നം കണ്ടു. റുഅയൽ അംബിയാഇ വഹ്യുൻ. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹ്യാണ്. അത് സ്വപ്ന ദർശനം മാത്രം, അത് വെറും ഒരു സ്വപ്നമല്ല, അത് ദിവ്യ ദർശനമാണ്, ദിവ്യബോധനമാണ്. ഇറ്റ്സ് എ റിവലേഷൻ. അള്ളാഹു നൽകുന്ന ഇൻസ്പിറേഷൻ ആണത്. അതുകൊണ്ട് നബി തങ്ങളുടെ വഹ്യാണ് കാണുന്നത്. തങ്ങൾ പുഞ്ചിരിക്കുന്നു. ഫഖാലത് റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മതി. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിക്കുകയാണ്, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് നബിയെ? തങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോഴേ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ബീവിക്ക് അതറിയാൻ താല്പര്യമായി. തങ്ങൾ പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മതി യഗ്സൂന സബദൽ ബഹരി യർകബൂനൽ ബഹ്റ ജിഹാദൻ ഫീ സബീലില്ലാഹ്. തങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല, കടലിൽ നബി തങ്ങൾ യാത്ര ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വപ്നം കാണുകയാണ്. റഅയ്തു ഫിൽ മനാമി ഖൗമൻ മിൻ ഉമ്മതി. ഉമ്മു ഹറാം ബീവി, എൻ്റെ അനുയായികളിൽ ഒരു വിഭാഗം ആളുകൾ കടലിന്റെ തിരമാലകളിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നു. കൽ മുലൂകി മുത്തകിഈന അലാ അസിറ. കൗച്ചുകളിൽ ചാരിയിരുന്നിട്ട്, സോഫയിലൊക്കെ ചെറിയ കൗച്ചുകളില്ല, നമ്മൾ മജ്ലിസിലൊക്കെ ഇരിക്കുന്ന സാധനം, അതിൽ കൈകുത്തിയിരുന്നിട്ട് കൽമുലൂക്ക്, രാജാക്കന്മാരെ ഒരു പേടിയുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് യാത്ര ചെയ്യുന്ന, കപ്പലിൽ പോകുന്ന ചില ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു തന്നു. നബി തങ്ങൾ പറയാം സ്വല്ലല്ലാഹു. അതുവരെ കപ്പൽ കയറിയിട്ട് ആരും പോയിട്ടില്ല, ധർമ്മസമരത്തിന് പോയിട്ടില്ല. യാ റസൂലല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ മഹദി പറയുന്ന വാക്ക് എന്താണെന്നറിയോ? നോക്കണേ. നമ്മളിപ്പോൾ ഭർത്താവ് ഉറങ്ങി എണീറ്റ്, ഉദാഹരണം പറയാ, എണീറ്റ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഗൾഫിക്ക് പോണത് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയും കൂട്ടണേട്ടാ എന്ന് ഭാര്യ പറഞ്ഞേക്കാം. ഇത് യുദ്ധം ചെയ്യാൻ പോകുന്ന കഥയെ പറയണത്. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ചോര ചിന്തുന്ന പരിപാടിയാണ്. അവിടെ മരണമായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വിജയം, രണ്ടാലൊന്നും ഉറപ്പാണ്. ബീവി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ നകൂന മഅഹും. നബിയേ, ആ സംഘത്തോടുകൂടെ യാത്ര ചെയ്ത് ദീനിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. അവരുടെ കൂടെ എന്നെയും അനുവദിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ഇരക്കണേ നബിയേ എന്ന് ഹബീബിനോട് ചോദിച്ച ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. ഒരു നല്ല കാര്യം, ഒരു ഉംറക്ക് പോവാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒന്ന് പറയാം, ഉമ്മ ഉപ്പ എന്നാ ഞാനും പൊയ്ക്കോട്ടെ, സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. ചിലവർ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വല്ല ലണ്ടനിലും പോട്ടെ, അല്ലെങ്കിൽ ഞാൻ വല്ല യൂറോപ്പിലേക്ക് അങ്ങ് പോയിക്കോളാം. അതല്ല പറയേണ്ടത്. അള്ളാഹുവിൻ്റെ രണ്ട് ഹറമൈനുകൾ മക്കയും മദീനയും അത് ജീവിതത്തിൽ എത്ര തവണ കാണാൻ സാധിക്കുമോ അത്രയും തവണ എത്തണമെന്നാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജും ഉംറയും തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം. അതും ഹദീസാണ്. സൗകര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ ആളുകൾ പട്ടിണിക്കിട്ടിട്ട് പോകണമെന്നല്ല, നാട്ടിലൊക്കെ റാഹത്താണ്, അയൽപക്കങ്ങളിൽ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഉംറയുടെ പൈസ കൊണ്ട് അയൽപക്കത്തൊരു ദാരിദ്ര്യം തീർക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സുന്നത്തായ ഉംറയെക്കാളും പുണ്യം ആ പാവപ്പെട്ടവർക്ക് നമ്മുടെ പൈസ കൊടുത്ത് ദാരിദ്ര്യം തീർക്കലാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ വലിയൊരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ആവർത്തിക്കല്ല. പക്ഷേ താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ ചെയ്യുന്നതും ഒരു പുണ്യമാണ്. അപ്പോൾ ഒരു പുണ്യസ്ഥലത്തേക്ക് പോവാൻ ഞാനും കൂടെ വരുന്നു. ഒരു സിയാറത്തിന് പോവുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ അബ്ദുകൾ, ശുഹദാകൾ, മഹാന്മാർ, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കാക്കോട് കാക്ക ഞാനും പോരട്ടെ, അനുജന് ചോദിക്കാം അല്ലേ, മക്കൾക്ക് ചോദിക്കാം, വാപ്പയോട് വാപ്പ ഞാനും പോരട്ടെ.
അതൊരു നന്മയാണ്. ഒരു നന്മയുടെ അവസരം വന്നാൽ ഞാനും അത് ചെയ്യട്ടെ, എനിക്കും അത് വേണം എന്നൊരാഗ്രഹം മനസ്സിൽ വരണം. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ബീവി ഒരു പെണ്ണാണ്. കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും. കടലിലൊക്കെ യാത്ര ചെയ്യാൻ വലിയ പൂതിയായിരിക്കും. അത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തീരുവാ പൂതി. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിരമാലകൾ ഇട്ടടിക്കലായിരിക്കും. പിന്നെ വലിയ ഷിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പോലും റൈറ്റും ലെഫ്റ്റും എവിടെയാ കിഴക്ക് പടിഞ്ഞാറ് തിരിയാത്ത വിധം വെള്ളത്തിൻ്റെ നടുവിലെത്തിയിട്ട് എന്ത് കാണാനാണ്? അതുകൊണ്ട് കടലിലെ യാത്ര എന്ന് പറയുന്നത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. സ്വഹാബിമാർ ആദ്യത്തെ ഹിജ്റ ചെയ്തത് എത്യോപ്യയിലേക്കാണ്. 2 ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് 2 തവണ പോയിട്ടുണ്ട്. ആദ്യത്തെ ഹിജ്റ പോയി 3 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ പിന്നെ അവർ മദീനത്തേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അവർ എത്യോപ്യയിലേക്ക് പോയ ആ ഒരു യാത്രയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വഹാബികൾക്ക് അന്ന് കടൽ കടന്ന പരിചയമില്ല. കടൽ യാത്ര ദുസ്സഹമാണ്, പ്രയാസമാണ്. ബീവി ചോദിച്ചു, നബിയെ അവരുടെ കൂടെ എനിക്ക് പോവണം. വീണ്ടും നബിതങ്ങൾ വേറൊരു ദിവസം നബിതങ്ങൾ വീണ്ടും കടന്നു, അന്നത്തെ ദിവസം തന്നെ. എന്നിട്ട് നബിതങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു. അവിടുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് എഴുന്നേൽക്കുന്നതും കാത്തു കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടു. തങ്ങളെ നോക്കിക്കിടന്നിരിക്കുക. അതാ അതിൻ്റെ അർത്ഥം. തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആ ചിരി കാണണമെങ്കിൽ തങ്ങളുടെ അടുത്ത് വേണ്ടേ? ഹബീബായ നബി ഞങ്ങൾ പകലിലാണ് കടന്നത്. ഉച്ചയ്ക്ക് ഒരു വിശ്രമ ഉറക്കത്തിന് വന്നതാണ്. ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്താണ് ചിരിക്കാൻ കാരണം? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ വേറെ ഒരു വിഭാഗം കപ്പലിൽ യാത്ര ചെയ്ത് രാജാക്കന്മാരെ പോലെ ദീനിന്റെ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പോകുന്നത് ഞാൻ കണ്ടു ഉമ്മു ഹറാം. അപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അതിലും ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ബീവി നിങ്ങൾ 1-ാമത്തെ സംഘത്തിലാണ്, 2-ാമത്തതിൽ നിങ്ങൾ ഉണ്ടാവൂല. അതൊരു പ്രവചനമായിരുന്നു. ഈ യുദ്ധം നടക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അബൂ സുഫിയാൻ എന്നവരുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണം ഖിലാഫത്തുർ റാഷിദ തങ്ങൾ വഫാത്തായി 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കപ്പൽ കയറി യാത്ര പോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖുബ്റുസിലേക്ക്, സൈപ്രസിലേക്ക്. ആ യാത്രയിൽ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ, കപ്പലിറങ്ങി തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്ത് മഹദി റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഒട്ടകപ്പുറത്ത് വീണിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2-ാമത്തെ സംഘത്തിൽ പോകുമ്പോൾ ബീവി ജീവിച്ചിരിപ്പില്ല. തങ്ങൾ അന്ന് പറഞ്ഞു, ഉമ്മു ഹറാമേ നിങ്ങൾ 1-ാമത്തെ സംഘത്തിലാണ് ഉണ്ടാവുക, 2-ാമത്തതിൽ ബീവി ഉണ്ടായിട്ടില്ല റളിയല്ലാഹു അൻഹ. പക്ഷെ നമ്മൾ പറയുന്നത് അന്നത്തെ സഹോദരിമാർ, അന്നത്തെ പെണ്ണുങ്ങൾ, അന്നത്തെ ഉമ്മമാർ, അവരുടെയൊക്കെ ത്യാഗ മനസ്ഥിതിയും സന്നദ്ധതയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വലിയ ത്യാഗങ്ങൾ ദീനിന് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതാണ് അത്ഭുതം, ഇതാണ് ജീവിതത്തിന്റെ വിജയം. നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ്, അത്ഭുതകരമാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷദായകമാണ്. ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സംവിധാനങ്ങളും ഖുർആൻ പഠനങ്ങളും സ്വലാത്ത് ഗ്രൂപ്പുകളും ഖുർആൻ ഓതുന്ന ഖതമുൽ ഖുർആൻ തീർക്കുന്ന ഗ്രൂപ്പുകളും വഅദ് കേൾക്കുന്ന ഗ്രൂപ്പുകളും ഒക്കെയായി സഹോദരിമാർ ദീനിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂടെയുള്ള ആളുകളെ ആ ഒരു നന്മയിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങൾ ഓരോരുത്തർക്കും അവരവരെ കൊണ്ട് കഴിയുന്ന വിധം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹുവെ നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പൂർണ്ണ ഗർഭിണിയായിരുന്നു ഹിജ്റ നടക്കുന്ന സമയം. തങ്ങൾ ഹിജ്റ പോകുന്നത് സ്വഹാബിമാർ മുഴുവനും മദീനയിലെത്തിയതിന് ശേഷമാണ്. പുണ്യനിബിതങ്ങളും സിദ്ദീഖ് എന്നവരും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മദീന നോർത്തിലേക്കാണ്, വടക്കിലേക്കാണ്, അങ്ങോട്ട് പോകാതെ നേരെ തെക്കിലേക്ക് യാത്ര പോയിട്ടാണ് സൗർ ഗുഹയിൽ അവർ താമസിക്കുന്നത് 3 ദിവസം. നോക്കണേ, പൂർണ്ണ ഗർഭിണിയായ അസ്മാ ബീവിയാണ് ഹബീബായ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. അസ്മാ ബീവി ഒരു ദിവസം ഈ സൗർ ഗുഹ, ആ മല കയറിയ ആളുകൾക്കറിയാം എത്ര പ്രയാസമാണ് ആ മല കയറാനെന്ന്. ഇന്ന് അവിടെ കുറേ പാകിസ്ഥാനികളൊക്കെ കൂടിയിട്ട് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഹിറാ ഗുഹ എന്ന ബുദ്ധിമുട്ടാണ്, അതിലേറെ പ്രയാസമാണ് സൗർ. ആ സൗർ ഗുഹയിലേക്ക് ആരുമറിയാതെ മഹദി റളിയല്ലാഹു അൻഹ രാത്രിയിൽ പാറയും പൊത്തിപ്പിടിച്ച് അന്ന് 7 മാസമോ 8 മാസമോ ഗർഭിണിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. പൂർണ്ണ ഗർഭിണിയായ മഹദി 3 ദിവസം ആ മലയിൽ ഉപ്പാക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കയറിപ്പോയിട്ടുണ്ട്.
ബീവിക്കൊരു സ്ഥാനപ്പേരുണ്ട്, ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമയായ മഹദി എന്നാണ് ഇതിനർത്ഥം. ഭക്ഷണം കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സ് ഒന്നുമില്ല, കാരിയർ ഇല്ല. മഹദി റളിയല്ലാഹുവിന് കയറും കിട്ടിയില്ല ഈ ഭക്ഷണം ഒന്ന് കെട്ടിവെക്കാൻ. അങ്ങനെ അരവസ്ത്രം ധരിക്കുന്ന മഹദിയുടെ ഒരു തോലിന്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് 2 പാതിയായി മഹദി ചീന്തിയെടുത്തു. എന്നിട്ട് ഒരു കയറുകൊണ്ട് വസ്ത്രം കെട്ടി, മറ്റേ കയറുകൊണ്ട് ഭക്ഷണവും കെട്ടി. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നബിതങ്ങൾ കാണുന്നത് അരമുണ്ടെടുത്ത ആ ബെൽറ്റിന്റെ ഒരു കഷ്ണം പാത്രം കെട്ടിയതാണ്. തങ്ങൾ പറഞ്ഞു, അസ്മാ അൻതി ദാത്തുൻ നിതാഖൈൻ, നിങ്ങളുടെ പേരിന് 2 ബെൽറ്റിന്റെ ഉടമയെന്നാണ് എന്ന് മഹദി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ പേര് വെച്ചു കൊടുത്തു. ദാത്തുൻ നിതാഖൈൻ അസ്മാ റളിയല്ലാഹു അൻഹ 100 വയസ്സ് വരെ ജീവിച്ച മഹദിയാണ്. 100 വയസ്സ് വരെ. ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി നടന്നൊരു സംഭാഷണമുണ്ട്. അവസാന കാലം മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ കൊല ചെയ്ത ഒരു കാലം, മഹാനവർ ഷഹീദായ ഒരു കാലത്ത് വളരെ മനോഹരമായൊരു സംഭാഷണം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തുകളിൽ കാണാൻ കഴിയും. ഭയങ്കര ധീരയായ മഹദിയാണ്, ആത്മധൈര്യമുള്ള മഹദിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, സിദ്ദീഖ് എന്നവരുടെ മോനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ. ആ മോൻ സിദ്ദീഖ് തങ്ങൾ ഒരു ടാസ്ക് കൊടുത്തു. ഹിജ്റ നടക്കുമ്പോൾ, മോനെ, ഞാനും റസൂലുള്ളാഹി തങ്ങളും ഇന്ന സ്ഥലത്തുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മക്കയിലെ വിവരങ്ങൾ നീ എത്തിച്ചു തരണം. അങ്ങനെ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ജോലി കൊടുത്തിരുന്നു, ഒരു ടാസ്ക് കൊടുത്തിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കണേ, അവരുടെ വാപ്പയുണ്ടെന്ന് അബൂ ഖുഹാഫ, കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ മദീനത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിം അല്ല. അപ്പൊ വാപ്പ വലിയൊരു പരാതി പറഞ്ഞു, എന്റെ മകൻ, നോക്കണേ, അവന്റെ ഒരു വിശ്വാസവും അവന്റെ ഒരു മതവും, അവൻ എന്നെയും ഇവിടെ ഒറ്റക്കാക്കി ഒരു പൈസയും ബാക്കി വെക്കാതെ അവൻ പോയല്ലേ എന്ന്. മൂപ്പർക്ക് പൈസയാ വേണ്ടത്. അങ്ങനെ പൈസ വെക്കുന്ന ഒരു മരത്തിന്റെ തുളയുണ്ടാക്കിയ ഒരു മരക്കഷ്ണമുണ്ട് വീട്ടില്. അന്നത്തെ പേഴ്സ് അതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അപ്പൊ അതിങ്ങനെ ഇളക്കിയാൽ അതിന് കോയിന്റെ സൗണ്ട് വരും. അങ്ങനെ അസ്മാ ബീവി വീട്ടിലുണ്ട്. വാപ്പയോട് ദേഷ്യം വരും, സ്വന്തം വല്യാപ്പാക്ക് എന്ന് പേടിച്ചിട്ട് അസ്മാ ബീവി അതിൻ്റെ അകത്തുള്ള മുഴുവൻ പൈസയും സിദ്ദീഖ് എന്നവർ കയ്യിലെടുത്തിട്ടുണ്ട്. നബി തങ്ങൾക്ക് യാത്രയിൽ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് അസ്മാ ബീവി കുറേ ചരൽക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടു. എന്നിട്ട് വാപ്പ, എന്താ വാപ്പ പറഞ്ഞത്? വാപ്പ പറഞ്ഞു, മോളെ, നമുക്കൊരു പൈസ എൻ്റെ കയ്യിലൊന്നും തന്നിട്ടില്ലല്ലോ. വാപ്പ, പൈസ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അതും കുലുക്കി കൊടുത്തു. ഓ, പൈസ വെച്ചിട്ടാ പോയതല്ലേ, എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സംഗതി കല്ലായിരുന്നു. പക്ഷെ വാപ്പയെ ചീത്ത പറയരുത് വല്യാപ്പ എന്ന് വിചാരിച്ച് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത പണിയാണത്. ആ ഒരു കുടുംബം ദീനിനു വേണ്ടി ചെയ്ത ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ്. വാപ്പയും ഉമ്മയും മക്കളും ആൺമക്കളും പെൺമക്കളും ഒക്കെ ദീനിന്റെ ഖാദിമീങ്ങളാണ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രം പറയുന്നത്. വാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി, ഭാര്യയായ ഹാജർ ബീവി, ഇവരുടെ മനോഹരമായൊരു കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലമാണ് ഉംറയും ഹജ്ജും മക്കയിലെ മശാഇറുകളും മുഴുവനും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹുവിനോർത്ത് ജീവിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. അല്ലാഹു റഹിമല്ലാഹു റഅൻ, അല്ലാഹു ഒരു പുരുഷനെ റഹ്മത്ത് ചെയ്യട്ടെ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ആ രാത്രി നിസ്കാരത്തിന് തന്റെ ഭാര്യ എഴുന്നേൽക്കാൻ മടിച്ച ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരൽപ്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ച് അവളെയും നിസ്കാരത്തിലേക്ക് കൂട്ടുന്ന ഒരു ഭർത്താവിന് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. പിന്നെ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, വറഹിമല്ലാഹു റഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാമത്ത് മിനൽ ലൈലി തുസല്ലി, നിസ്കരിക്കാൻ വേണ്ടി രാത്രി എഴുന്നേറ്റു. തന്റെ ഭർത്താവ് നിസ്കരിക്കാതെ അല്ലെങ്കിൽ എണീക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ ഒരൽപ്പം വെള്ളമെടുത്ത് മുഖത്ത് തെളിച്ച്, എന്നതും ബക്കറ്റ് കൊണ്ടേ കൊട്ടണമെന്നല്ല, മെല്ലച്ചിരി വെള്ളം എടുത്തിട്ട്, പിന്നെ അവിടെ അടിപിടിയൊക്കെ ഉണ്ടാവും. പിന്നെ ബക്കറ്റ് കൊണ്ട് വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കുക തലയിൽ എണീക്കാൻ വേണ്ടി, അങ്ങനെയൊന്നും ചെയ്യരുത്. മെല്ലെ ഒരൽപ്പം വെള്ളം സ്പ്രേ ചെയ്യാൻ, ഉറക്കം ഉണരാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വഴി അതാ, മുഖത്തേക്ക് വെള്ളം തെളിയുന്നത്. അത് അങ്ങനെ ചെയ്ത് തൻ്റെ ഭർത്താവിനെ കൊണ്ട് സുബഹിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കാൻ സഹായിക്കുന്ന പെണ്ണിനും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം എന്താ? അങ്ങനത്തെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയാൽ ആ വീടിലും അവരുടെ മക്കളിലും അവരുടെ ഏർപ്പാടുകളിലും മുഴുവനും റഹ്മത്താണ്. അതുകൊണ്ട് ചേർത്ത് പറയുകയാണ് അതിൻ്റെ കൂടെ, സ്വന്തം ഭാര്യ അങ്ങനെ നിങ്ങൾ എണീപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തും പിത്തും പറയേ, ദേഷ്യപ്പെടേ, സ്വലാക്ക് ചൊല്ലി ഒഴിവാക്കിയവരെ ചില ഭർത്താക്കന്മാർ ചെയ്യും. എന്നെ വിളിക്കേണ്ട നിസ്കരിക്കാനാണ് വിളിക്കേണ്ടത്. ഒരു പക്ഷേ നമുക്ക് ചില ഇബാദത്തിന് താല്പര്യം തോന്നാത്തൊരു കാലഘട്ടം ഉണ്ടാവും. പക്ഷേ അത് നന്മയാണ്. ചില മരുന്ന് കുടിക്കാൻ പറ്റൂല,
കയ്പായിരിക്കും. പക്ഷെ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മളെ മൂക്കും വായൊക്കെ പിടിച്ച് വായിൽ സ്പൂണ് വരെ വെച്ചിട്ടൊക്കെ കുടിപ്പിക്കൂലേ? എന്തിന്? നമുക്കതിൻ്റെ ഗുണം അറിയില്ല, അവർക്കതറിയാം. എന്ന പോലെ ഈ നിസ്കാരത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് ആ സമയത്ത് ഭർത്താവിന് അറിയില്ല, അല്ലെങ്കിൽ ഭാര്യക്കറിയില്ല. അവൾ ഫുള്ള് വാട്സപ്പും ഫേസ്ബുക്കിൽ കിടക്കുന്ന ആളാ, അവൾ എനിക്ക് സുബഹിന്ന് അവൾ കിട്ടുമെന്ന് അറിയില്ല, എന്നെ വിളിക്കേണ്ടെന്ന് അങ്ങനെയല്ല പറയേണ്ടത്. അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, ജീവിതത്തിന് സന്തോഷം ഉണ്ടാകും, നമ്മുടെ വീടുകളിൽ ആനന്ദമുണ്ടാകും. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ജീവിതത്തിനെ സന്തോഷമുള്ളൂ. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുകയാണെങ്കിൽ പിശാചുക്കളെ അള്ളാഹു അവർക്ക് വേണ്ടി കൂടെ നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ ഖാല ലിമ ഹശർത ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവർക്ക് മനസ്സിന് സങ്കുചിതത്വം വരും, ഒരു പ്രയാസം വരും, ഒരു സുഖമില്ലായ്മ വരും, ഒരു സന്തോഷമില്ലായ്മ വരും. നിങ്ങൾ ഖുർആൻ ഓതി നോക്കൂ, ദിക്ർ ചൊല്ലി നോക്കൂ, 2 റക്അത്ത് സുന്നത്ത് ഏറെ നിസ്കരിച്ചു നോക്കൂ, സ്വലാത്തുകൾ ചൊല്ലി നോക്കൂ, ആനന്ദം തിരിച്ചു വരും. അള്ളാഹുവിനെ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിനെ ഞങ്ങളെ നല്ലവരാക്കി തീർക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും സന്തോഷം നൽകണമേ തമ്പുരാൻ.